നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ചികിത്സാ സേവന രംഗത്ത് 50 ആണ്ടുകൾ പൂർത്തിയാക്കിയ കൂത്താട്ടോളം ദേവമാതാ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷം 21 നടക്കും. ദേവമാതാ നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3 ചേരുന്ന സമ്മേളനം പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട് ഉദ്ഘാടനം നിർവഹിക്കും. ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ റോസ്ലി ജോസ് ഒഴികയിൽ അധ്യക്ഷയാകും. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തും. ദേവമാതാ ആശുപത്രിയിൽ ആദ്യം ജനിച്ച ഷൈനി മാത്യുവിനെ ആദരിക്കും. നിർധനർക്കുള്ള ചികിത്സാ സഹായ കൂപ്പൺ നറുക്കെടുപ്പ്, ദേവമാതാ ദൃശ്യാവിഷ്കാരം, അവതരണം എന്നിവ നടക്കും. 1975 ആശുപത്രി സ്ഥാപിച്ചത്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ആദ്യമായി ഗ്യാസ്ട്രോ എൻട്രോളജി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ദേവമാതായിലാണ്. ബിഷപ്പ് കുരിയാളശ്ശേരി സ്മാരകമായി പ്രത്യേക പരിഗണനയുള്ള ചെയ്യാലമ്പർക്ക് സൗജന്യ ശുശ്രൂഷ നൽകുന്നുണ്ടെന്ന് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് സി റോസ്മിൻ പഴയകരി, ഡോക്ടർ വിനോദ് സെബാസ്റ്റ്യൻ, ഡോക്ടർ അനിൽ ജോൺ, PRO ലൻസൺ ജെ പുതുമനത്തൊട്ടി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ദശാബ്ദങ്ങൾ പൂർത്തിയാക്കിയ കൂത്താട്ടോളം ദേവമാതാ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷവും പൊതുസമ്മേളനവും നവംബർ 21 വ്യാഴാഴ്ച ദേവമാതാ നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുസമ്മേളനവും ഉദ്ഘാടന കർമ്മവും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കും. ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ റോസ്ലി ഒഴികയിൽ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തി ദേവമാതാ ആശുപത്രിയിലെ ആദ്യ ജാഥയെ ആദരിക്കും. ജനങ്ങളുമായിട്ട് ഇതുപോലെ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയതിൽ ഈ ആശുപത്രിയുടെ മാനേജ്മെന്റും ഈ ഡോക്ടർമാരായിട്ടുള്ള ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് 50ാമത്തെ വർഷത്ത് നമ്മുടെ ആരാധനാ സന്യാസിനി സമൂഹം ഈ നാട്ടുകാർക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് ഒരു ജെറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് കെയർ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് പ്രായമുള്ളവരെയും അതുപോലെ വേദന അനുഭവിക്കുന്നവരെയും ട്രീറ്റ് ചെയ്യുക, അവരെ കെയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ബ്ലോക്ക് 8 നിലയായിട്ടുള്ളൊരു ബ്ലോക്ക് ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ റേഡിയോളജി വിഭാഗത്തിൽ പുതിയതായിട്ടുള്ള ഇപ്പോൾ CT, MRI, മാമോഗ്രാം അങ്ങനെയുള്ള പുതിയ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഫെസിലിറ്റിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുതിയ സംരംഭം വരുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു ഓൾഡ് ഏജ് ഉള്ള ഒരാളെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് സ്പെഷ്യൽ നേഴ്സിംഗ് കെയർ വേണം. അവർക്ക് മൊബിലിറ്റി വരണം. അപ്പോൾ ഒരു ബെഡിൽ മാത്രം ഇരുത്തിയാൽ പോരാ. അപ്പം നമ്മുടെ ബിൽഡിങ് പണിയുമ്പോൾ തൊട്ട് തന്നെ ഈ മൂവ്മെൻറ്റ് അലോ ചെയ്യാനും ഫ്രീ എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഇൻഡിപെൻഡൻറ്റ് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു കെയർ സെൻ്ററാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല സെൻറ്റേഴ്സ് നമ്മൾ പോയി കാണുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്നുള്ള ഇൻപുട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നടക്കുന്നത്. അതുകൊണ്ട് സാധാരണ ഒരു ബിൽഡിംഗ് പണിയുന്ന പോലെ അല്ല അത് പണിയുന്നത്. ഇത് ആക്ച്വലി ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. പണ്ട് മറ്റേ ഫിസിഷ്യൻസ് ആണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദർ ആർ സ്പെഷ്യലിസ്റ്റ് ഇൻ ജിയാട്രിക് കെയർ.